Hi viewers, welcome to our channel തനി നാടൻ അടുക്കള. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുപരിചിതമായ കുബൂസ് എന്ന് പറയുന്ന ഐറ്റമാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് അവയൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ ട്രൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓയിൽ, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ സാധാരണ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ ലഭിക്കുന്ന ഈസ്റ്റ്, പിന്നെ പാല്, തിളപ്പിച്ച ചെറു ചൂടുള്ള പാല്, ഉപ്പ്, പഞ്ചസാര, 3/4 കപ്പ് മൈദ, 1/4 കപ്പ് ആട്ട. അത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് 1 കപ്പ് വെച്ചിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പാണ്, നമ്മുടെ ടീ കപ്പ് പോലത്തെ ഒരു ചെറിയ കപ്പാണ്. പിന്നെ ചൂടുവെള്ളം. ഇതാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഷുഗർ എടുക്കുക. ഷുഗർ എടുത്തിട്ട് 1 ടീസ്പൂൺ ഷുഗറാണ് നമ്മൾ 2 ടീസ്പൂൺ പാലിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പം ഈസ്റ്റ്, 1 ടീസ്പൂണിന് ഒരല്പം ഈസ്റ്റ് ഇട്ട് ഇളക്കി നമ്മളതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വെക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആട്ടയും മൈദയും ഒരു ബോളിലേക്ക് ഇടുക. നമ്മൾ 5 മിനിറ്റിന് ശേഷം പറഞ്ഞല്ലോ, ആ മിശ്രിതം, പാലും ഈസ്റ്റുമുള്ള മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഈ പറഞ്ഞ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്. ചിലർക്ക് ഉപ്പ് കൂടുതൽ താല്പര്യമുള്ളവരുണ്ട്, ഉപ്പ് കുറവുള്ളവരും. കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക. ഇനി നമ്മൾ ചൂടുവെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മാവ് കുഴച്ച് ഏകദേശം നമ്മുടെ ചപ്പാത്തിക്ക് ഒക്കെ എടുക്കുന്ന മാവിൻ്റെ അതേ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് അത് നന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് ഇത് മൂടി വെക്കുക. നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെക്കുക. ഇതുപോലെ നന്നായിട്ട് മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം 2 മണിക്കൂർ നേരത്തേക്കാണ് നമ്മളിത് മൂടി വെക്കേണ്ടത്. മൂടി വെക്കുന്നതിനിടയിൽ ഒരു 45 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അമക്കി വെക്കുന്നത്. അത് മറ്റൊന്നിനുമല്ല, ഈ മാവിനുള്ളിൽ എയർ കുടുങ്ങിയിട്ടുണ്ടാവും, വായു ഉണ്ടാവും. അപ്പോൾ അതൊന്നുകൂടെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇത് പ്രസ് ചെയ്യുന്നത്. പ്രസ് ചെയ്തിട്ട് വീണ്ടും അത് അതുപോലെ തന്നെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിതെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബോളാക്കുക. നല്ല ബോളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോളാക്കി വെച്ചതിന് ശേഷം അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് പൊടിയും കൂടെ ഉപയോഗിച്ച് നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 സൈഡ് മാത്രമേ പരത്താവൂ. നമ്മൾ സാധാരണ ചപ്പാത്തിക്കാണെങ്കിൽ അത് തിരിച്ചിട്ടും കൂടെ ചിലരെങ്കിലും പരത്താറുണ്ട്. ചിലർ എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലാണ്ട് ചെയ്യും. നമ്മൾ 1 സൈഡിലേക്ക്, അതായത് ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു കാരണവശാലും പരത്തരുത്. 1 സൈഡ് മാത്രം വെച്ച് നമ്മളിതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെയാണ് കിട്ടുക. അതായത് വലിയ കനം, ഒരു മീഡിയം കനം വേണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന പോലെ വളരെ നൈസായിട്ട് നമ്മൾ പരത്തരുത്. ഒരു ചെറിയ കനത്തിൽ, ഒരു മീഡിയം കനം വേണം. ആ ഒരു മീഡിയം കനത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് തൊടുമ്പം തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റായിട്ട്. ഇതുണ്ട്, എയർ നിൽക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പയിൽ വെച്ച്
ഫ്ലെയിം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, ഇപ്പോൾ ഇതാ പാൻ ചൂടായി കഴിഞ്ഞു. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരത്തിരിക്കുന്ന കുബൂസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് പൊങ്ങി നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പം നമ്മളിവിടെ ഒരു 4 എണ്ണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചും മറിച്ചു വിടണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കുബൂസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു കാരണവശാലും നമ്മൾ കാസറോളുകളിൽ എടുത്തു വെക്കരുത്. കാസറോളിൽ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി അതിനുള്ളിൽ ഇരുന്നിട്ട് ഇത് നമുക്ക് കിട്ടേണ്ട ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും, അത് ഒട്ടിപ്പോകും. ഇതിപ്പം വളരെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു കുബൂസ് എടുത്തേ കണ്ടോ, നമുക്ക് വളരെ കണ്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഇത് നമുക്ക് വെറുതെ ചായയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.